എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് ബീഫ് വരട്ടിയത് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിതുവരെ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിതിന് മുൻപ് ഒരു പോർക്ക് വരട്ടിയതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫാണ് ഇതും. അപ്പോൾ ഇത് ഏതിൻ്റെ കൂടെയും പോകുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ബീഫ് വരട്ടിയത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വരട്ടാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നെയ്യോട് കൂടിയുള്ള ബീഫാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി മുറിച്ചാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ പച്ചക്കാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്, വറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ മുളക് പൊടിയെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലാണ് മല്ലിപ്പൊടി. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗരം മസാല. വീട്ടിൽ തന്നെ നമ്മൾ പൊടിക്കുന്ന ഗരം മസാലയാണ് ഏറ്റവും നല്ലത്. ഫ്രഷ് ആയിട്ട് പൊടിക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി കൂടുതൽ വേണം. നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ബാക്കി നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് കൂടിപ്പോയാൽ പാടാണ്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവസാനം നോക്കിയിട്ട് ബാക്കി ചേർക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട എന്ന് വെച്ചാൽ ഒരു സവാളയാണ്. ഒരു സവാള മീഡിയം സൈസിൽ ഉള്ള സവാളയാണ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാളയോ ചെറിയ ഉള്ളിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾക്ക് ഒരു 8 പച്ചമുളകോളം വേണം. അതിൽ നിന്നും ഒരു 4 എണ്ണം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തു. പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണ്. അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി കഷ്ണം, അതുപോലെ 1 കുടം വെളുത്തുള്ളി, ഇത്രയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 1 ടീസ്പൂൺ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് വീണ്ടും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചക്കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. നമ്മളിവിടെ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ കൈ കുറച്ച് മുറിഞ്ഞിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഗ്ലൗസ് ഇട്ടുള്ളത്. ഗ്ലൗസ് ഇടാതൊക്കെ കൈവച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തലേദിവസം തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം 1 മുതൽ 2 മണിക്കൂർ വരെ ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ 3 വിസിലാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ മൂടി തുറന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ കുക്കറിൽ തന്നെ തീ കുറച്ച് കൂട്ടി വെച്ചതിന് ശേഷം അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഒരുപാടങ്ങ് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു പാനിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 25 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ആ സമയത്ത് തേങ്ങാക്കൊത്തില്ലായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ സവാളയൊന്നും ഇതിൽ വേണ്ട. ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ മൊത്തത്തിൽ 2 ടീസ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്തു. പക്ഷേ ഈ ഉള്ളിക്ക് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ മുളക് പൊടി നമ്മൾ നേരത്തെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതാണ്. ഇപ്പോൾ വീണ്ടും 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ നേരത്തെ 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. വീണ്ടും നമ്മൾ 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തു. മൊത്തത്തിൽ 2.5 ടീസ്പൂൺ. അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഇനി വീണ്ടും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ അളവിൽ തന്നെ മസാല ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് ആ ബീഫിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ വന്ന് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബീഫ് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്.
അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇനി വഴറ്റിയെടുക്കാം. ബാക്കിയുള്ള ഗ്രേവിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം നമ്മളെപ്പോഴും ബീഫ് മേടിക്കുമ്പോൾ പുറത്തൊക്കെ ഉള്ളവർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാംസം മാത്രം ഉള്ളത് നോക്കി മേടിക്കാതെ കുറച്ച് ഫാറ്റും കൂടെ ഉള്ളത് മേടിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റിൽ കിട്ടുക. അപ്പോൾ ഇതിനി മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റും. ഒരുപാട് എണ്ണയും വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേണം അത് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കാം. അപ്പം ബീഫിൻ്റെ ആ മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കണം, ഈ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, അതുപോലെ 2 ഏലക്ക, ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തരിതരിപ്പോടുകൂടി നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതിൽ നിന്നും 1 ടീസ്പൂൺ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടിച്ചിട്ട് ഇടുമ്പോൾ ഈ ബീഫ് ഡ്രൈക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് നോക്കിയിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അതുപോലെ തന്നെ കറി ലീവ്സ്, പച്ചക്കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ സ്വീഡനിൽ കറിവേപ്പില അങ്ങനെ കിട്ടാറില്ല. ഇപ്പം നമുക്ക് കറിവേപ്പില ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. ഇവിടെ സ്പൈസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഡെലിവറി ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവരറിയിക്കും എന്നാണ് നമ്മുടെ സ്ഥലത്ത് ഡെലിവറി ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇത് ഗോതൻബർഗിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ലുണ്ടിലും മാൽമോയിലും ഇത് ഡെലിവറി ചെയ്യാറുണ്ട്. അപ്പം ആവശ്യമുള്ളവർ അവിടെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ നാരങ്ങ നീര് അവസാനം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ബീഫ് ഫ്രൈക്ക് കിട്ടും. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വാങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച മസാലയിൽ നിന്നും കുറച്ചുകൂടെ മസാലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് വാങ്ങാം. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്